भारत में चुनावों को लोकतंत्र का उत्सव माना जाता है और इस बार आगामी लोकसभा चुनाव के लिए सभी राजनीतिक പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പാലക്കാട് പുരോഗമിക്കുകയാണ്. അവസാന മീറ്ററുകളിലേക്ക് കൃത്യം 1 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നതോടുകൂടി റോഡ് ഷോ സമാപിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സേലത്തേക്കാണ് തിരിക്കുക. അവിടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ കോയമ്പത്തൂരിൽ വൻ റോഡ് ഷോ നടത്തിയ ശേഷമാണ് ഇന്ന് പ്രധാനമന്ത്രി തൊട്ടടുത്തുള്ള പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നത്. പ്രവർത്തകരുടെ ആവേശോജ്വലമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നത്. വലിയ പ്രതീക്ഷ BJP പാലക്കാട് മണ്ഡലത്തിൽ കൂടി വെച്ചു പുലർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി തന്നെ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് നേതൃത്വം നൽകാൻ നേരിട്ട് എത്തുകയും ചെയ്യുന്നത്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമുണ്ട്. എന്തായാലും BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ വലിയ ശ്രദ്ധയൂന്നുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി തന്നെ ഇവിടങ്ങളിലൊക്കെ എത്തി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസവും പ്രധാനമന്ത്രിക്ക് പരിപാടികളുണ്ട്. അതിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി തന്നെ പങ്കുചേരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടേതായി വന്ന ശക്തി പരാമർശത്തിന് എതിരെയാണ് ഇന്നലെ പ്രധാനമന്ത്രി ശബ്ദിച്ചു കണ്ടത്. അതും BJP തങ്ങളുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറ്റുന്നു എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ പടലപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മ BJP ഉയർത്തിക്കാട്ടുമ്പോൾ BJPക്കെതിരെ CA അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുള്ള പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. 400 സീറ്റിനപ്പുറത്തേക്ക് പോവുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പലതവണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ കേരളത്തിലും BJP സീറ്റുകൾ ഉറപ്പാക്കുന്നു. അത് 2 അക്കമെന്ന വലിയ പ്രതീക്ഷയിലേക്ക് പ്രധാനമന്ത്രി പോകുന്നുണ്ട്. പക്ഷേ 2-3 സീറ്റുകൾ വരെ കേരളത്തിൽ നേടിയേക്കാമെന്ന അഭിപ്രായ സർവേകൾ BJPക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. പക്ഷേ ജനം എന്ത് തീരുമാനിക്കുന്നു എന്നറിയാനൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടത് ജൂൺ 4 വരെയാണ്. അതുവരെയുള്ള ഈ തിരഞ്ഞെടുപ്പ് ചൂട് അത് പല വിധത്തിൽ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും സാധ്യതകളെ മാറ്റിമറിക്കും. ആളുകളുടെ, പൊതുജനത്തിൻ്റെ ചിന്തയെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. ആ സ്വാധീനമൊക്കെ ഏതർത്ഥത്തിൽ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് പോകുന്നു, ആളുകൾ എന്ത് തീരുമാനമെടുക്കുന്നോ അത് ജൂൺ 4-ന് രാജ്യം മുഴുവൻ അറിയാൻ കഴിയും. അടുത്ത 5 വർഷം രാജ്യം ആര് ഭരിക്കും, 3-ാം വട്ടവും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി എത്തുമോ അതോ മറ്റെന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്നതറിയാൻ കാത്തിരിക്കുമ്പോൾ കേരളത്തിലുടനീളം, തമിഴ്നാട്ടിലുടനീളം, രാജ്യത്തെങ്ങും വലിയ തോതിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ് പ്രധാനമന്ത്രി തന്നെയാണ് BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ. അദ്ദേഹം തന്നെയാണ് എല്ലായിടങ്ങളിലും പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം, തമിഴ്നാട്ടിൽ അണ്ണാമലൈ അടക്കമുള്ള നേതാക്കളും സജീവമായി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പ്രദീപ്. അതിൻ്റെ അവസാന മീറ്ററുകളാണല്ലേ, അവിടെ വെച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പൂർണ്ണമാകുന്നു. എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ? ദിവിഷ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. കേവലം 100 മീറ്റർ കൂടി പിന്നിട്ടാൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്ക് പര്യവസാനമാകും. നേരത്തെ 5 വിളക്ക് ജംഗ്ഷനിൽ തുടങ്ങിയ റോഡ് ഷോയിൽ വഴിയുടെ ഇരുവശവും ഇടമുറിയാതെ അണമുറിയാതെ ആളുകൾ അദ്ദേഹത്തിന് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നുണ്ടായിരുന്നു. പോസ്റ്ററുകളും ഫ്ലക്സുകളും ഉയർത്തിയും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്കും റോഡിലേക്കുമൊക്കെ പൂക്കൾ വാരി എറിഞ്ഞുമൊക്കെയാണ് അദ്ദേഹത്തിനുള്ള സ്വാഗതം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന് ഇരുവശവും നിൽക്കുന്ന ആയിരക്കണക്കായ ആളുകളെ നോക്കി കൈ ഉയർത്തി കാണിച്ചാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അതിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ റോഡ് ഷോ എന്നുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കേരള സന്ദർശനം എന്നുള്ള പ്രത്യേകതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് തലേന്ന് അദ്ദേഹം പത്തനംതിട്ടയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 4-5 തവണയാണ് ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തിയത്. അതും കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും മധ്യ കേരളം കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരുമ്പോൾ സംസാരിക്കുന്നത് പോലും കേൾക്കാൻ സാധിക്കുമോ എന്നറിയില്ല. അത്രമാത്രം ആവേശവും ആരവവുമാണ് ഓരോ ആളുകളിൽ നിന്നും ഉണ്ടാകുന്നത്. മുൻപ് റിപ്പോർട്ട് ചെയ്തവരൊക്കെ പറഞ്ഞതുപോലെ നമുക്കറിയാം BJP ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. മാത്രവുമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായി BJPക്ക് വോട്ട് വിഹിതം വലിയ തോതിൽ ഉയർത്താൻ സാധിച്ചിരുന്നു. സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന 2 നഗരസഭകളിൽ ഒരെണ്ണം ഇവിടെയാണ്, പാലക്കാട് നഗരസഭയാണ്. അവിടെയാണ് അങ്ങേയറ്റം സുപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി റോഡ് ഷോ നടക്കുന്നത്. മാത്രവുമല്ല മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ കൂടി സീറ്റുകളുടെ എണ്ണം ലഭിച്ചു എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ 400 കടക്കുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ
പ്രഖ്യാപനം പൂർണ്ണീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാലക്കാട്ട് ഇത്തരത്തിൽ റോഡ് ഷോ നടക്കുമ്പോൾ ഈ പാലക്കാട് എന്നുള്ള ഒരേ ഒരു മണ്ഡലത്തിലെ പ്രചാരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മലപ്പുറം മണ്ഡലത്തിലെ, അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലത്തിലെ, കൂടാതെ തൊട്ടടുത്തുള്ള തമിഴ്നാട് സംസ്ഥാനത്തിലെ, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ എല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളാണ്. നമുക്ക് കാണാം റോഡ് ഷോ അതിന്റെ പര്യവസാനത്തിലേക്ക് കടക്കുമ്പോൾ റോഡിന്റെ ഇരുവശത്തു നിന്നും ഇടമുറിയാതെ അണമുറിയാതെ അദ്ദേഹത്തിന് ആരവങ്ങളും ഒപ്പം പൂക്കളുമാണ് വർഷിക്കപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അവസാന ലാപ്പിലേക്ക് മീറ്ററുകൾ മാത്രമാണ് ഈ റോഡ് ഷോ സമാപിക്കാനായി ഉള്ളത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വലിയ ആരവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനുശേഷം അദ്ദേഹം സേലത്തേക്കാണ് പോവുക. 1 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത്. പൊതുസമ്മേളനം ഇത്തവണയില്ല. അത് പ്രവർത്തകരെ സംബന്ധിച്ച് നിരാശയാണ്. പക്ഷേ ആവേശോജ്വലമായ സ്വീകരണമാണ് ഈ റോഡ് ഷോയിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാലക്കാട്ടുകാർ, BJP പ്രവർത്തകർ നൽകിയത്. പ്രധാനമന്ത്രിയും അത് ഊഷ്മളതയോടുകൂടി സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, പൊന്നാനിയിലെ NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം എന്നിവർ പങ്കെടുത്തു. ഒപ്പം